കോർഡിനേഷൻ കെമിസ്ട്രി സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തേർഡ് ഭാഗമാണ് ഇനി പറയാനുള്ളത്. ഫസ്റ്റ് 2 ക്ലാസ്സുകൾ കഴിഞ്ഞു സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ടിനെ കുറിച്ച്. ഇനി അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമുക്കിനി പറയാനുള്ളത്, നമ്മളിപ്പം എന്തായിരുന്നു, ചീലേറ്റ് എഫക്റ്റ് നമ്മൾ പറഞ്ഞു. ചീലേറ്റ് റിങ്സും അത് കാരണം ഉണ്ടാവുന്ന എക്സ്ട്രാ സ്റ്റെബിലിറ്റി, അതിനെ നമ്മൾ ചീലേറ്റ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെയുള്ള വേറൊരു എഫക്റ്റ് ആണ് മാക്രോസൈക്ലിക് എഫക്റ്റ്. എന്താണ് മാക്രോസൈക്ലിക് എഫക്റ്റ്? എന്താണ് മാക്രോസൈക്ലിക് ലിഗാൻഡ്? നമ്മൾ ചീലേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പഠിച്ചതല്ല. അതുപോലെ തന്നെ മാക്രോസൈക്ലിക് ലിഗാൻഡ് ഈസ് എ മാക്രോസൈക്കിൾസ് വിത്ത് എ റിംഗ് സൈസ് ഓഫ് അറ്റ്ലീസ്റ്റ് 9 ഇൻക്ലൂഡിംഗ് ഓൾ ഹെറ്ററോ ആറ്റം ആൻഡ് 3 or more donor sites. ക്ലാസിക് എക്സാമ്പിൾസ് ആ ക്രൗൺ ഈതേഴ്സ്. ക്രൗൺ ഈതർ പോലെയുള്ള 9 അതിൽ കൂടുതലോ റിംഗ് സൈസ് ഉള്ള 3 or more donor atoms ഉള്ള മാക്രോസൈക്ലിക് ലിഗാൻഡ്സ് ആണ്. ലിഗാൻഡ്സിനെയാണ്, മാക്രോസൈക്കിൾസിനെയാണ് നമ്മൾ മാക്രോസൈക്ലിക് ലിഗാൻഡ് എന്ന് പറയുന്നത്. അതിന് ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ക്രൗൺ ഈതർ, പോർഫൈറിൻസ് ഒക്കെ. അപ്പോൾ എന്താണ് മാക്രോസൈക്ലിക് ലിഗാൻഡ്സ്? എക്സിബിറ്റ് പെർട്ടിക്കുലർലി ഹൈ അഫിനിറ്റി ഫോർ മെറ്റൽ ആറ്റം, മെറ്റൽ അയോൺ. മെറ്റൽ അയോണിനോട് ഇതിന് ഹൈ അഫിനിറ്റി ആണ് ഉണ്ടാവുക. നമ്മൾ എന്തായിരുന്നു ചീലേറ്റ് ലിഗാൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചീലേറ്റ് റിങ്ങിന്റെ അകത്ത് മെറ്റല് എന്താണ് ബൗണ്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് മാക്രോസൈക്ലിക് ലിഗാൻഡ്സിന്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ മെറ്റലിന് പുറത്ത് കടക്കുക എന്നുള്ളത് റിസ്ക് ആയിരിക്കും. മാക്രോസൈക്ലിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ is the high affinity of metal cations for microcyclic ligands compared to their acyclic analogues. The high affinity of macrocyclic ligand is thought to be combination of entropic effects seen in the chelate effect together with an additional energetic contribution that comes from the pre-organized nature of the ligating group. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ചിലേറ്റ് എഫക്റ്റിൽ നമ്മൾ എന്താ പറയുന്നത്, എൻട്രോപ്പി കൺസിഡറേഷൻ വെച്ചിട്ടാണ് അവിടെ നമ്മൾ ഹയർ സ്റ്റെബിലിറ്റി ഓഫ് ചിലേറ്റിലുള്ള കോംപ്ലക്സുകളുടെ സ്റ്റെബിലിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെ മാക്രോസൈക്ലിക് ലിഗാൻഡ്സിന്റെ കേസിലും എന്താണ് സംഭവിക്കുന്നത്, ഇവിടെയും ഉണ്ട് എൻട്രോപ്പിക് എഫക്റ്റ്. നമ്മൾ അതേപോലെ തന്നെ അല്ലേ വരിക, മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സിനെ മാറ്റുമ്പം അവിടെ വരുന്ന മാക്രോസൈക്ലിക് ലിഗാൻഡ് ഒന്നിലധികം സൈറ്റുകൾ ഡോണേഴ്സ് ആയിട്ടുള്ളവരാണ്. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ പ്രൊഡക്റ്റ് സൈഡ് കൂടുതലായിരിക്കും ദാൻ ഇൻ ദ റിയാക്ടന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി പോസിറ്റീവ് ആയിരിക്കും. ആ എഫക്റ്റ് ഇവിടെയും കാണിക്കും. ഇൻ അഡീഷൻ ടു ദാറ്റ് എന്താണ് എനർജറ്റിക് കോൺട്രിബ്യൂഷൻ ദാറ്റ് കംസ് ഫ്രം ദ പ്രീ ഓർഗനൈസ്ഡ് നാച്ചർ ഓഫ് ദ ലിഗേറ്റിംഗ് ഗ്രൂപ്പും കൂടെ ഇവിടെ ഒരു അഡീഷണൽ ഫാക്ടർ ആയിട്ട് വരണം. മാക്രോസൈക്ലിക് ലിഗാൻഡ്സ് വരുമ്പം ഫോം ചെയ്യുന്ന കോംപ്ലക്സുകളുടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് ഹൈ അഫിനിറ്റി ഓഫ് മാക്രോസൈക്ലിക് മെറ്റൽ കാറ്റയോൺ ടു മാക്രോസൈക്ലിക് ലിഗാൻഡ്സ്. ഇനി അതുകൊണ്ടാണ് ഇതാണ് മാക്രോസൈക്ലിക് എഫക്റ്റ് കാണിക്കാനുള്ള റീസൺസ്. അപ്പം ചീലേറ്റ് എഫക്റ്റ് കാണിക്കാൻ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, എൻട്രോപ്പി കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഇവിടെ എൻട്രോപ്പിയും additional energy contribution due to the pre-organized nature of the ligating group. Pre-organized nature എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രൗൺ ഈതർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൗൺ ഈതറിനെ ആസ് സച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്ലിക് സ്ട്രക്ചറാണ്. അതേസമയം അതിൻ്റെ ഉള്ളിൽ ഒരു മെറ്റൽ കാറ്റയോണിനെ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവുമ്പം ആ ക്രൗൺ ഈതറിന്റെ ഷേപ്പിൽ ഒരു ചെറിയ ഓർഗനൈസേഷൻ നടക്കണം, പ്രീ ഓർഗനൈസേഷൻ നടക്കണം. എന്നിട്ട് മെറ്റലും ഈ ഡോണർ ആയിട്ടുള്ള ഓക്സിജനോ ഏത് ഹെട്രോ ആറ്റാണോ ആ ഹെട്രോ ആറ്റവും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാൻ പാകത്തിനുള്ള ഡിസ്റ്റൻസിൽ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നിർത്തണം. അതാണ് ഈ പ്രീ ഓർഗനൈസ്ഡ് നേച്ചർ ഓഫ് ദ ലിഗേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മാക്രോസൈക്ലിക് ലിഗാൻഡ്സ് വന്നിട്ട് മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്യാൻ. അപ്പം ആസ് സച്ച് ഒരു മൈക്രോസൈക്ലിക് ലിഗാൻഡ് പറഞ്ഞാൽ ഒരു ലിഗാൻഡ് ഒരു ഹൈലി കോംപ്ലക്സ്ഡ് റിംഗ് സ്ട്രക്ചർ ആയിട്ട് അത് മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു മാക്രോസൈക്ലിക് ലിഗാൻഡും മെറ്റലും തമ്മിൽ റിയാക്ഷൻ നടന്ന് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതുണ്ട്. അതല്ലാണ്ട് ടെംപ്ലേറ്റ് റിയാക്ഷൻസ് ഉണ്ട്. ഇൻ ടെംപ്ലേറ്റ് റിയാക്ഷൻ മാക്രോസൈക്ലിക് ലിഗാൻഡ്സ് ആർ ജനറേറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് മെറ്റൽ അയോൺ. മെറ്റലിന്റെ
നമുക്ക് കോംപ്ലക്സ് ഫോം ചെയ്യാൻ വേണ്ട മെറ്റൽ അയോണിന്റെ പ്രസൻസിലാണ് മാക്രോസൈക്ലിക് ലിഗാൻഡ്സ് ഫോം ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് മെറ്റൽ അയോൺ ദ സെയിം ഓർഗാനിക് റിയാക്ടന്റ് പ്രൊഡ്യൂസ് ഡിഫറെന്റ് ഓഫ് പോളിമറിക് പ്രൊഡക്ട്സ്. The term is mainly used in coordination chemistry. The template effect emphasizes the pre-organization provided by the coordination sphere, although the coordination modifies the electronic properties of ligands. അപ്പം കോർഡിനേഷൻ കെമിസ്ട്രിയിൽ ആണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ടെംപ്ലേറ്റ് റിയാക്ഷന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. എന്താണ്? മെറ്റലിന്റെ പ്രസൻസിൽ ലിഗാൻഡ്സ് പ്രീ ഓർഗനൈസേഷൻ നടന്ന് നമുക്ക് വേണ്ട രീതിയിൽ ലിഗാൻഡ് ഫോം ചെയ്തിട്ട് മെറ്റലും ഈ ലിഗാൻഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുക. A challenge with template synthesis of macrocyclic ligand is difficulty in removing the templating metal from the ligand. അപ്പം ഈ ഫോം ചെയ്തിട്ടുള്ള ഹൈലി കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള റിംഗ് സൈക്ലിക് സ്ട്രക്ചറിന്റെ സെൻട്രൽ മെറ്റൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം എന്താണ് അവിടെ ഉണ്ടാവുക? അവിടെ ഒരു ഹൈലി കോംപ്ലക്സ്ഡ് സ്ട്രക്ചർ ആവും. അതിന്റെ അകത്തുനിന്ന് നമുക്ക് മെറ്റലിനെ റിമൂവ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ദാറ്റ് മീൻസ് മോർ സ്റ്റേബിൾ ആയിരിക്കും. The course of the template cyclization depends on the presence of metal ion, which is provide directional influence, therefore acting as a template for the cyclization reaction. ഈ മെറ്റൽ അയോണിന് അതിൽ ഭയങ്കര റോൾ ഉണ്ട്. അപ്പം ഇതിന് റിയാക്ഷൻ സൈക്ലൈസേഷൻ റിയാക്ഷൻ നടക്കാനുള്ള ടെംപ്ലേറ്റ് ആയിട്ടാണ് നമ്മൾ മെറ്റൽ അയോൺ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാലോസയാനിനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ടെംപ്ലേറ്റ് റിയാക്ഷനിൽ ഫോം ചെയ്തിട്ടുള്ള മാക്രോ സൈക്കിൾ. റിയാക്ഷൻ ഒരെണ്ണം തന്നിട്ടുണ്ട്, ഒരു ക്രൗൺ ഈതർ മെറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ കണ്ടോ? രണ്ട് റിയാക്ടൻസ് ഓർഗാനിക് പാർട്ടുകൾ ഇൻ പ്രസൻസ് ഓഫ് KOH കമ്പൈൻ ചെയ്യുമ്പം ഒരു ക്രൗൺ ഈതർ പ്ലസ് K പ്ലസ് ഉള്ള എന്ത് ഫോം ചെയ്തു? ഒരു മാക്രോസൈക്കിളുള്ള ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു. നമുക്ക് പറയാനുള്ളത് സ്റ്റെബിലിറ്റിനെ കുറിച്ച് പറയാനുള്ളത് എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഫോർമേഷൻ കോൺസ്റ്റന്റിന്റെ ഡിറ്റർമിനേഷൻ. അതിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് രണ്ട് മെത്തേഡാണ്. ഒന്ന് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡും പിന്നെ ഒന്നൊരു pH മെട്രി, pH മെഷർ ചെയ്തിട്ടുള്ള ഒരു ഡിറ്റർമിനേഷനും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡാണ്. സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താ സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറഞ്ഞാൽ? സ്പെക്ട്ര യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിറ്റർമിൻ ചെയ്യാം. This method of determining the stability constant of a complex can be considered with an example in which formation of a complex, a striking color change is occur. നമുക്ക് ഒരു മെറ്റലും ഒരു റിയേജന്റും കമ്പൈൻ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു. ഈ മെറ്റലും റിയേജന്റും കളർലെസ് ആണ്, പക്ഷെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് എന്താണ്? ഒരു സ്ട്രൈക്കിംഗ് കളറുള്ള ഒരു കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോംപ്ലക്സുകളുടെ ഫോർമേഷൻ കോൺസ്റ്റന്റ് നമുക്ക് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ് വഴി കാണാൻ പറ്റും. അപ്പോൾ കോൺസെൻട്രേഷൻ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുമ്പോൾ കളർ ഉള്ളതുകൊണ്ട് അബ്സോർപ്ഷൻ ഒബേ ബീർ-ലാംബേർട്സ് ലോ, A is equal to epsilon CL. എന്താണ് ആപ്സിലോൺ? ആപ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ്, C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ അബ്സോർബിംഗ് സ്പീഷീസ്, L എന്ന് പറയുന്നത് പാത്ത് ലെങ്ത് ഓഫ് ദ അബ്സോർബിംഗ് സൊല്യൂഷൻ. ഇനി A can be measured by using a spectrophotometer. ഈ അബ്സോർബൻസ് നമുക്ക് സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അബ്സിലോണും എല്ലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കറിയാം. Then C can be calculated. Considering a reaction M2++ ലിഗാൻഡ്, ഇതിപ്പം ഏതെങ്കിലും ഒരു മെറ്റലും ഒരു ലിഗാൻഡും, പക്ഷെ അത് രണ്ടും കളർലെസ്സും ഫോം ചെയ്ത Ml2+ എന്ന് പറയുന്നത് കളേർഡും. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. ഇനി എങ്ങനെയാണ് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ് വഴി നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർമേഷൻ കോൺസ്റ്റന്റ് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് Fe3++ NCS- gives FeCN twice CN2+. അപ്പം Fe3+ഉം NCS- ഇത് രണ്ടും എന്താണ്? കളർലെസ് ആണ്. അതേസമയം ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള FeNCS2+, അത് ഇന്റൻസ്ലി കളേർഡ് ആണ്. അപ്പോൾ ഇനി ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് K is equal to concentration of FeCN2+ divided by concentration of Fe3+ into concentration of NCS-. ഇനി
ഈ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് മാത്രം കളേർഡ് ആണ്, റിയാക്ടൻസ് രണ്ടും കളർലെസ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ ഇതിന്റെ അബ്സോർബൻസ് നമ്മൾ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ സ്പെക്ട്ര കാണുന്നുണ്ടോ? അബ്സോർപ്ഷൻ സ്പെക്ട്ര ഓഫ് Fe3+ ആൻഡ് FeNCS2+. അതിൽ Fe3+ സ്പെക്ട്രയിൽ ആക്റ്റീവ് അല്ല, അതേസമയം FeNCS2+ എന്ന് പറയുന്നത് സ്പെക്ട്രൽ ആക്റ്റീവ് ആണ്. അവിടെ നമുക്കൊരു എന്ത് കാണാൻ പറ്റും? ഒരു പീക്ക് കാണാൻ പറ്റും. ഇനി concentration of this colored complex can be estimated by measuring its absorbance in the visible region using a spectrophotometer. സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ച് നമുക്ക് എന്തിന്റെ കോൺസെൻട്രേഷൻ? FeNCS2+ ന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദ ഇക്വേഷൻ A is equal to epsilon CL. A എന്ന് പറയുന്നത് അബ്സോർബൻസ് ആണ്, എപ്സിലോൺ മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ്, which is a constant for a particular complex. C എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ അബ്സോർബിംഗ് സ്പീഷീസും, L എന്ന് പറയുന്നത് പാത്ത് ലെങ്ത്തും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം നമ്മളൊരു നോൺ കോൺസെൻട്രേഷനിലുള്ള Fe3+ഉം എക്സസ് NCS- കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു നോൺ കോൺസെൻട്രേഷൻ ഓഫ് FeNCS2+ കോൺസെൻട്രേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അബ്സലോൺ നമുക്ക് ഈ നോൺ കോൺസെൻട്രേഷനിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അബ്സലോൺ നോൺ ആണ് എന്നർത്ഥം. ഇനി ഫോർ ഡിറ്റർമിനിങ് K, എ സൊല്യൂഷൻ ഓഫ് Fe3+ ഓഫ് നോൺ കോൺസെൻട്രേഷൻ Fe3+0 is mixed with a solution of NCS concentration, that is concentration NCS-0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നാണ് ആ 0 കൊണ്ട് ഉദ്ദേശിച്ചത്. തമ്മിൽ മിക്സ് ചെയ്യുമ്പം നമുക്കൊരു കോംപ്ലക്സ്, ദ മിക്സ്ചർ ഇൻ വിച്ച് ദ കോംപ്ലക്സ് FeNCS2+ ഹാസ് ബീൻ ഫോംഡ് ഇൻ ഈസ് ഇക്വിലിബ്രേറ്റഡ്. അപ്പൊ നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് Fe3+ ആണ് Fe3+0, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് NCS- ആണ് NCS-0 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് നോൺ ആണ്. ഇനി ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കോൺസെൻട്രേഷൻ ഓഫ് FeNCS2+, അത് കോൺസെൻട്രേഷൻ, അതെന്താണ്? അതാണ് നമ്മുടെ കോംപ്ലക്സ്. ഇനി നമ്മളെ ബീർലാംബേഴ്സ് ലോ വെച്ചിട്ട് A is equal to epsilon CL ആണ്. epsilon CL, ആബ്സലോണും എല്ലും കോൺസ്റ്റന്റ് ആണ്. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് FeNCS2+ന്റെ കോൺസെൻട്രേഷൻ. ഇനി അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് FeNCS2+ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? അബ്സോർബൻസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ CL എന്ന് എഴുതാം. ഇനി ഇതില് നമുക്കറിയാം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് Fe3+ is equal to കോംപ്ലക്സ്ഡ് Fe3+ പ്ലസ് അൺകോംപ്ലക്സ്ഡ് Fe3+ ആണ്. കോംപ്ലക്സ്ഡ് Fe3+ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് FeNCS2+ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ കാണുന്നുണ്ടോ താഴെ? Fe3+ന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയണം എന്ന് പറഞ്ഞാൽ ഇത് അറിയണം എന്ന് പറയാനുള്ള കാരണം ആദ്യത്തെ ഇക്വേഷൻ കണ്ടില്ലേ നമ്മൾ? സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് K is equal to concentration of FeNCS2+ divided by Fe3+ into NCS-. അപ്പൊ ഇതില് ആദ്യത്തെ മേലുള്ള ടേം കോൺസെൻട്രേഷൻ ഓഫ് FeNCS2+ന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് Fe3+ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന Fe3+ന്റെ എമൗണ്ടും അതേപോലെ NCS-ന്റെ എമൗണ്ടും ആണ്. ഇത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ, അവസാനത്തിലുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്തത്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് Fe3+ എന്ന് പറയുന്നത് Fe3+0 മൈനസ് FeNCS2+ എന്ന് കിട്ടും. ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Fe3+ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് NCS- ഇതുപോലെ തന്നെ കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് NCS- is equal to NCS0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് FeNCS2+. അതില് ഈ രണ്ട് വാല്യൂസും ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് കോംപ്ലക്സ്ഡ് ഫോം ഉണ്ടല്ലോ, അതും നമ്മളെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ്. പറയാനുള്ള മെത്തേഡാണ് pH-മെട്രി അല്ലെങ്കിൽ പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡ്. പൊട്ടൻഷ്യോമെട്രിക് മെത്തേഡിൽ തന്നെയാണ് നമ്മൾ pH-മെട്രി എന്ന് പറയുന്നത്. കാരണം ഇതിൽ നമ്മൾ pH മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. also known as ജെറം മെത്തേഡ്. ജെറം എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇറ്റ്സ് ഓൾസോ known as ജെറം മെത്തേഡ്. When ligand is a weak base or acid, there is competition between hydrogen ion and metal ion for the ligand exist. ഒരു വീക്ക് ആസിഡോ അല്ലെങ്കിൽ വീക്ക് ബേസോ ആകുമ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കും. നമുക്ക് വിത്ത് എക്സാമ്പിൾ ഒന്ന് നോക്കാം.
അപ്പം അമോണിയ ലിഗാൻഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അമോണിയ ലിഗാൻഡ് H+ കമ്പൈൻ ചെയ്തിട്ട് NH4+ ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ NH4+ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് NH3+ H+. ഇനി ഇതിന്റെ K എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് NH3 into concentration of H+ divided by concentration of NH4+. ഇനി concentration of NH3 ആണ് നമ്മുടെ ലിഗാൻഡ്. concentration of NH3 അപ്പോൾ എന്താവും K into concentration of NH4+ divided by concentration of H+. ഇനി NH4+ എന്ന് പറയുന്നത് വെർച്വലി അൺചേഞ്ച്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? concentration of NH3 is equal to K എന്നുള്ളതിനെ നമ്മൾ വേറൊരു കോൺസ്റ്റന്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ K' divided by concentration of H+ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് H+ന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും എന്നാ പറയുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് NH3 കിട്ടും. അപ്പോൾ H+ന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡ് പോലെയുള്ള H+നെ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഇലക്ട്രോഡ് വെച്ചിട്ട് മെഷർ ചെയ്യാം. അതിൽ നിന്ന് ഡയറക്ട്ലി ഗിവ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. ഇനി നമ്മുടെ റിയാക്ഷൻ, നമ്മളെ കോംപ്ലക്സ് ഫോർമേഷൻ നോക്കുക. Ag++ NH3 gives AgNH3+. ഇനി AgNH3++ NH3 gives K2 ആണ്. AgNH3 twice plus. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷന്റെ ഫോർമേഷൻ കോൺസ്റ്റന്റ് K1 ആണ്. സെക്കൻഡ് റിയാക്ഷൻ്റെത് K2 ആണ്. അപ്പോൾ K1ഉം K2ഉം രണ്ട് ഫോർമേഷൻ കോൺസ്റ്റന്റും നമുക്ക് എഴുതാം. K1 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് AgNH3+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NH3+. K2 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് AgNH3 twice plus divided by concentration of AgNH3+ into concentration of NH3+. ഇനി concentration of complexed ammonia, uncomplexed ammonia and uncomplexed Ag+ can be obtained from the following method. എന്നിട്ട് ആ കിട്ടിയ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് K1ഉം K2ഉം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് അതൊക്കെ കിട്ടുന്നത് നോക്കാം. All solutions prepared at 30 degrees Celsius contain small but various concentration of Ag+ and NH3. Initial concentration of നമ്മൾ എടുക്കുന്ന നോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് Ag+0 and concentration of NH3 എന്ന് പറയുന്നത് NH3 0. ഇനി pH of each of this solution is measured. The concentration of uncomplexed ammonia NH3 is calculated using the equation 1. equation 1 കണ്ടോ? അത് വെച്ചിട്ട് നമുക്ക് അൺകോംപ്ലക്സ്ഡ് അമോണിയ എത്ര ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടിയ എല്ലാ വാല്യൂസും നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ K1ഉം K2ഉം കിട്ടും. ഇനി നമ്മൾ റിയാക്ഷൻ മീഡിയത്തിൽ AgNH3 ആണോ AgNH3 twice ആണോ ഫോം ചെയ്തത് എന്നറിയാനാണ് അടുത്തത് പറയുന്നത്. രണ്ടും ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്ന് പറയുന്നത് നമ്പർ ഓഫ് NH3 മോളിക്യൂൾ പെർ Ag എന്ന് പറയുന്നത് uncomplexed NH3 എന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് NH3 മൈനസ് അൺകോംപ്ലക്സ്ഡ് NH3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag+ കൊടുത്താൽ നമുക്ക് നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾ പെർ Ag ആറ്റം കിട്ടും. ഇനി അത് നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോൾ NH3യുടെ കോൺസെൻട്രേഷൻ വേഴ്സസ് നമ്പർ ഓഫ് NH3+ പെർ Ag പ്ലോട്ട് ചെയ്തപ്പം അതിൽ നിന്ന് കിട്ടി 10⁻⁴ കോൺസെൻട്രേഷൻ ഓഫ് NH3യിലൊക്കെ AgNH3 കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. അതേസമയം 10⁻⁻² കോൺസെൻട്രേഷൻ എത്തിയപ്പോഴേക്കും AgNH3 twice ആണ് പ്രിഡോമിനന്റ് സ്പീഷീസ് എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. താങ്ക് യു.